ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. തീർത്ഥാടകരുടെ നീണ്ട നിര ശബരിപീഠവും കടന്ന് നീലിമല വരെ എത്തി. പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ കടത്തിവിടുന്നതിന് മണ്ഡലപൂജയ്ക്കുള്ള തങ്കയഗ്നി ഘോഷയാത്ര നാളെ സന്നിധാനത്തേക്ക് എത്തിച്ചേരും. മറ്റന്നാളാണ് മണ്ഡലപൂജ. അഭൂതപൂർവമായ ഭക്തജന പ്രവാഹം. കൈത്തോടുകൾ സമുദ്രത്തിലേക്കെന്ന പോലെ എല്ലാ ശരണവഴികളിലും സന്നിധാനം ലക്ഷ്യം വെക്കുകയാണ്. മണ്ഡല തീർത്ഥാടന കാലത്തെ ഏറ്റവും വലിയ ഭക്തജന തിരക്കാണ് ഇന്ന് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. 1,00,000-ലധികം തീർത്ഥാടകർ ഇന്നലെ 18-ാം പടി കയറി. ഈ റെക്കോർഡ് മറികടക്കുന്ന തിരക്കാണ് ഇന്നത്തേത്. ശരംകുത്തിയും അപ്പാച്ചിമേടും കടന്ന് അയ്യപ്പന്മാരുടെ നീണ്ട നിര നീലിമല വരെ നീണ്ടു. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് 4:10 കയറിയതാ. 12 മണിക്കൂറോളം കഴിഞ്ഞു. ഇപ്പൊ ഒരു 3-3.5 മണിക്കൂറായി. താഴെയായിരുന്നു, ലൈനിലായിരുന്നു. ഇപ്പൊ ഇവിടെ വന്ന് കയറി. ഇപ്പൊ തൊഴണം. പമ്പേന്ന് കയറി രാത്രി 9 മണിക്ക്. പമ്പേന്ന് 12 മണിക്കൂറായി. കാരണം എല്ലായിടത്തും ബ്ലോക്ക് ചെയ്ത് എല്ലാവരും മേലോട്ട് കൊടുക്കുന്നു. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര നാളെ വൈകുന്നേരം സന്നിധാനത്ത് എത്തിച്ചേരും. 27 നടക്കുന്ന മണ്ഡലപൂജയ്ക്കും വലിയ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. പുല്ലുമേട് വഴി കൂടുതൽ തീർത്ഥാടകർ എത്തുന്നതും തിരക്ക് കൂടാൻ കാരണമാണ്. സന്നിധാനത്തും പമ്പയിലും തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി നിലയ്ക്കലിന് മുമ്പ് പോലീസ് നിയന്ത്രണം കടുപ്പിച്ചിട്ടുണ്ട്. തിരക്ക് നിയന്ത്രണ വിധേയമാണെന്ന് പോലീസ് പറയുമ്പോഴും 12 മുതൽ 16 മണിക്കൂർ വരെയാണ് ഓരോ അയ്യപ്പനും ദർശനത്തിനായി കാത്തുനിൽക്കേണ്ടി വരുന്നത്. നാളെ തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിച്ചേരുമ്പോൾ തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. സന്നിധാനത്ത് നിന്നും വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എം എൽ ഒപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ, ഇൻ റിപ്പോർട്ടർ.